നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൂടത്തായിയിൽ നടന്ന 6 ദുരൂഹ മരണങ്ങൾ, അതാണ് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. കേരളത്തിൽ മാത്രമല്ല, പ്രവാസ ലോകത്തും അത് വലിയ ചർച്ചയായിരിക്കുകയാണ്. കാരണം സ്വത്ത് തട്ടിപ്പ് കേസിലാണ് ഈ 6 മരണങ്ങളും ഉണ്ടായിരിക്കുന്നത് എന്നുള്ള സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അതിലുള്ള അന്വേഷണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനമായി കല്ലറകൾ വീണ്ടും തുറന്നുള്ള പരിശോധനകളിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു. ഒരു കുടുംബത്തിലെ ഒരാൾ ഒഴികെ, അതായത് അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ റോജോ തോമസ് ഒഴികെ ബാക്കി എല്ലാവരും മരണപ്പെട്ടിരുന്നു. തൻ്റെ കുടുംബത്തിൻ്റെ സ്വത്തുക്കൾ തട്ടിയെടുക്കുന്നു എന്നുള്ള ഒരു സംശയത്തെ തുടർന്ന് ആകെ ബാക്കിയായുള്ള റോജോ തോമസ് നാട്ടിലെത്തി കാര്യങ്ങളൊക്കെ വിശദമായി അന്വേഷിക്കുമ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത്. അതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണങ്ങളാണ് ഇപ്പോൾ കേരളക്കരയെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുന്നത്. ആ സംഭവത്തിലേക്ക് കൂടത്തായി 6 പേരുടെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം കോടഞ്ചേരി സെൻറ് മേരീസ് ഫെറോന പള്ളിയുടെ കല്ലറ തുറക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ചോദ്യം ചെയ്യലുകളിലൂടെയും പോലീസിൻ്റെ മറ്റ് അന്വേഷണങ്ങളിലൂടെയും ഒക്കെ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന സത്യങ്ങളാണ്. മരിച്ച ടോം തോമസിൻ്റെ 2 നില വീടും 38 സെൻറ് സ്ഥലവും ഉൾപ്പെടെ 2 കോടിയോളം രൂപ വിലമതിക്കുന്ന സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ നടത്തിയ ശ്രമമാണ് ബന്ധുക്കളുടെ മരണത്തിൽ ഉയർത്തിയത്. തുടർ മരണങ്ങൾക്ക് പിന്നാലെ ടോമിൻ്റെ സ്വത്തുക്കൾക്ക് വ്യാജ ഒസീത്തുണ്ടാക്കുകയായിരുന്നു ബന്ധുവായ ഒരു സ്ത്രീ. അമേരിക്കയിലുള്ള മകൻ റോജോ തോമസ് ഇതറിഞ്ഞതോടെ നാട്ടിലെത്തി. കൂടത്തായി വില്ലേജ് അധികൃതരെ ഉൾപ്പെടെ ബന്ധപ്പെട്ട കാര്യങ്ങൾ തിരക്കിയപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഒത്താശയിൽ ചില രേഖകൾ വ്യാജമായി നിർമ്മിച്ച് സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്നത് വ്യക്തമായി. പിതാവിൻ്റെ സ്വത്ത് തട്ടിയെടുക്കുന്നതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞതോടെ ഉദ്യോഗസ്ഥർ സ്വത്തിൻ്റെ അവകാശമാറ്റവുമായി ബന്ധപ്പെട്ട നടപടികളെല്ലാം മരവിപ്പിച്ചു. ഇതിനിടെയാണ് കണ്ണൂർ പിണറായിയിൽ മാതാപിതാക്കളെയും മക്കളെയും വിഷം കൊടുത്ത് യുവതി കൊലപ്പെടുത്തിയ കേസ് വരുന്നതും അത് വലിയ വാർത്തയാകുന്നതും. അതോടെ നാട്ടുകാരിൽ ചിലർ സമാനമായ ഒരു ദുരൂഹത ഈ വിഷയത്തിലും ആരോപിക്കുകയുണ്ടായി. കുഞ്ഞൊഴികെ 5 പേര് മരിച്ചത് ഭക്ഷണം കഴിച്ചവിടനായിരുന്നുവെന്നും മരിച്ച 6 പേരിൽ റോയിയുടെ മൃതദേഹം മാത്രമേ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുള്ളൂവെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൈനൈഡിൻ്റെ അംശം ശരീരത്തിൽ കണ്ടെത്തിയെന്നും മതിയായ അന്വേഷണം നടന്നിട്ടില്ല എന്നും ബന്ധുവായ സ്ത്രീ 6 മരണവേളകളിലും സംഭവ സ്ഥലങ്ങളിലുണ്ടായിരുന്നു എന്നിവ അടക്കമുള്ള കാര്യങ്ങളാണ് ഇതിൽ ദുരൂഹതയായി ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇതോടെ റോയിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ പകർപ്പ് സഹോദരൻ റിജോ കോടഞ്ചേരി പോലീസിൽ നിന്ന് രേഖാമൂലം കൈപ്പറ്റി പരിശോധിച്ചപ്പോൾ ശരീരത്തിൽ സൈനൈഡിൻ്റെ അംശം കണ്ടെത്തിയിരുന്നു എന്നും മരണത്തിന് തൊട്ടു മുൻപ് ചോറും കടലയും കഴിച്ചിരുന്നുവെന്നും വ്യക്തമായി. എന്നാൽ പോലീസിന് ലഭിച്ച മൊഴിയിലുള്ളത് 7 മണിയോടെ വീട്ടിലെത്തിയ റോയി നേരെ കുളിമുറിയിലേക്ക് പോവുകയും അവിടെ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നുവെന്നുമാണ്. വീട്ടിൽ നിന്ന് റോയി ഭക്ഷണം കഴിച്ചു എന്നത് പോലീസിനോട് മറച്ചുവെച്ചത് എന്തിന് എന്ന സംശയമാണ് ഇതോടെ ഇവിടെ ഉയർന്നു വന്നത്. തുടർന്നാണ് മുഴുവൻ മരണത്തിലും അന്വേഷണം നടത്താൻ പരാതി നൽകിയത്. പോലീസിൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ വലിയ ദുരൂഹതകൾ വ്യക്തമായതോടെയാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടത്. അതേസമയം കല്ലറ തുറക്കുന്നതിനുള്ള പരിശോധനകളുടെ ഭാഗമായി സിസിലിയുടെയും 2 വയസ്സ് പ്രായമുള്ള കുഞ്ഞിൻ്റെയും മൃതദേഹങ്ങളടങ്ങിയ കല്ലറയായിരുന്നു ആദ്യം തുറന്നത്. പോലീസും ഫോറൻസിക് വിദഗ്ധരും ചേർന്നായിരുന്നു മൃതദേഹങ്ങൾ പരിശോധിച്ചത്. 6 മരണങ്ങളിൽ ഏറ്റവും അവസാനം നടക്കുന്ന മരണങ്ങളായതുകൊണ്ടാണ് ഇവരുടെ കല്ലറകൾ ആദ്യം തുറന്നത് എന്ന അന്വേഷണ സംഘം അറിയിക്കുകയും ചെയ്തു. കൂടത്തായി ലൂർദ് മാതാ പള്ളിയിൽ 4 പേരുടെ മൃതദേഹം സംസ്കരിച്ച കല്ലറകളും പോലീസ് തുറന്ന് പരിശോധന നടത്തുകയാണ്. ഇപ്പോൾ വെളിവാകുന്ന ഒരു സംഭവം, കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആ സ്ത്രീയെ കൊടുക്കാനുള്ള പരിശ്രമങ്ങളാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായി തന്നെയാണ് ഈ കല്ലറ പൊളിക്കൽ നടപടിയും. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട എല്ലാവരും കുടുങ്ങും എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു.